ട്രേഡിംഗ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പ്രൈസ് ആൻഡ് മാർക്കറ്റ് എന്ന ചാപ്റ്ററാണ്. ഇന്നത്തേത് മൂന്നാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തിനെ പറ്റി പഠിച്ചു? നമ്മൾ പ്രൊഡ്യൂസേഴ്സിനെ പറ്റി പഠിച്ചു. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ആരെ പറ്റി പഠിച്ചു? കൺസ്യൂമേഴ്സിനെ പറ്റി പഠിച്ചു അല്ലേ? നിങ്ങളെ ക്ലാസ്സുകളെല്ലാം കണ്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ ക്ലാസ് പോയി കാണണം. കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും തമ്മിലുള്ള റിലേഷനെ പറ്റിയിട്ടാണ്. രണ്ട്, ഈ പ്രൊഡ്യൂസറും കൺസ്യൂമറും തമ്മിൽ എന്താണ് ഇൻ്ററാക്ട് ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ അവർ തമ്മിൽ സാധനങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്ഥലമാണല്ലോ മാർക്കറ്റ് അഥവാ ചന്ത എന്ന് പറയുന്ന മാർക്കറ്റ്. അപ്പോൾ ആ മാർക്കറ്റ് എന്താണെന്ന് പഠിക്കും. ഇനി നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ ആ സാധനത്തിൻ്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഡിമാൻഡിന് നമുക്ക് പ്രൈസുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും, അതിനെ ഒരു ഗ്രാഫായിട്ട് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള, ഡിമാൻഡ് എന്താണ്, ഡിമാൻഡ് ഷെഡ്യൂൾ എന്താണ്, ഡിമാൻഡ് കർവ് എന്താണ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇതുപോലെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്ത് പഠിക്കും? സപ്ലൈ പഠിക്കും, സപ്ലൈ ഷെഡ്യൂളും സപ്ലൈ കർവും ഒക്കെ പഠിക്കും. അത് കഴിഞ്ഞ് ഇക്വിലിബ്രിയം പ്രൈസൊക്കെ പഠിക്കും. അപ്പോൾ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ്. ലെങ്ത്ത് കൂടാതിരിക്കാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? പാർട്ടായിട്ട് ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരൊക്കെ ഉണ്ടാവും? പ്രൊഡ്യൂസറും ഉണ്ടാവും, കൺസ്യൂമറും ഉണ്ടാവും. പ്രൊഡ്യൂസർ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, അത് ആർക്ക് കൊടുക്കുന്നു? കൺസ്യൂമറിന് കൊടുക്കുന്നു. കൺസ്യൂമർ സാധനം വാങ്ങിയിട്ട് എന്ത് കൊടുക്കുന്നു? അതിൻ്റെ വില തിരിച്ചു കൊടുക്കുന്നു. ഇതല്ലേ സംഭവം? അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് നമുക്ക് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അവർക്കൊരു ഫാക്ടറി വേണം അല്ലേ? ഇപ്പോൾ ഫാക്ടറിയോ ഒരു ഫീൽഡോ അല്ലെ കൃഷിയിടോ എന്തോ ആയിക്കോട്ടെ, അത് വേണം. അവിടെ ആര് വേണം? ജോലിക്കാർ വേണം അല്ലേ? വർക്കേഴ്സ് വേണം. ഈ ജോലിക്കാരെന്ന് പറയുന്ന ആരാണ്? ആ നാട്ടിലെ ആൾക്കാരല്ലേ? അവർ തന്നെയാണ് ഒരു തരത്തിൽ എന്തെന്ന് പറയുന്നത്? കൺസ്യൂമർ എന്ന് പറയുന്നത് അല്ലേ? അവർ ചിലപ്പോൾ ഈ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് നിന്ന് തന്നെ വാങ്ങണമെന്നില്ല, വേറൊരാളെ ഇന്ന് വാങ്ങിക്കാം. സോ പ്രൊഡ്യൂസറിന് ആവശ്യമായിട്ടുള്ള ജോലിക്കാരെ ആര് കൊടുക്കും? അത് കൺസ്യൂമേഴ്സ് കൊടുക്കും. അപ്പോൾ കൺസ്യൂമേഴ്സിന് തിരിച്ച് പ്രൊഡ്യൂസർ എന്താ കൊടുക്കുന്നത്? പ്രൊഡ്യൂസർ എന്താ കൊടുക്കുന്നത്? വാങ്ങിച്ച സാധനത്തിന് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ അവരിത് സേവനത്തിന് ആവശ്യമായിട്ടുള്ള സാലറി. ഇത്രയേ ഉള്ളൂ ഇവർ തമ്മിലുള്ള എന്തെന്ന് പറയുന്നത്? റിലേഷൻഷിപ്പ് എന്ന് പറയുന്നു. പ്രൊഡ്യൂസേഴ്സ് ഗുഡ്സ് ആൻഡ് സർവീസ് കൺസ്യൂമറിന് കൊടുക്കുന്നു, കൺസ്യൂമർ പ്രോഡക്റ്റിൻ്റെ വാല്യൂ തിരിച്ചു കൊടുക്കുന്നു. പ്രൊഡ്യൂസർക്ക് ആവശ്യമായിട്ടുള്ള ലേബർമാരെ സപ്ലൈ ചെയ്യുന്നത് ആരാണ്? ആ നാട്ടിലെ തന്നെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് അല്ലേ? പകരം തിരിച്ച് അവർക്ക് എന്ത് കൊടുക്കുന്നു? ശമ്പളം കൊടുക്കുന്നു. അപ്പോൾ ഇതെന്താണ്? ഒരു സർക്കുലാർ ഡിമാൻഡ് അല്ലെ, സർക്കുലാർ ഫ്ലോ ഓഫ് ഡിമാൻഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇതെന്താണ്? ഒരു സർക്കുലാർ, ഒരു ഇൻറ്റർ റിലേഷൻഷിപ്പ് ഇവർക്കിടയിൽ ഉണ്ട് അല്ലേ? കൺസ്യൂമർ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? പ്രൊഡ്യൂസറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്താണ്? കൺസ്യൂമേഴ്സ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? പ്രൊഡ്യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അവരുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളതാണ് ഒരു പ്രൊഡ്യൂസർ കൺസ്യൂമറിനകത്തുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം പ്രൊഡ്യൂസർ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് കൺസ്യൂമറിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. കൺസ്യൂമർ അത് വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു? അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ തുക എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസറിന് കൊടുക്കുന്നു. അതിൽ നിന്ന് പ്രൊഡ്യൂസറിന് എന്ത് കിട്ടുന്നു? ലാഭം കിട്ടുന്നു. ആ ലാഭമാണ് പ്രൊഡ്യൂസറിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതാണ് സത്യം പറയുന്നത് എന്താ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്? വെൻ കൺസ്യൂമർ സപ്ലൈ ചെയ്ത ലേബർ അല്ലേ, കൺസ്യൂമറാണ് പ്രൊഡ്യൂസറിന് ആവശ്യമായിട്ട് ജോലിക്കാരെ സപ്ലൈ ചെയ്യുന്നത്. പ്രൊഡ്യൂസർ പകരം എന്ത് കൊടുക്കുന്നു? ശമ്പളം കൊടുക്കുന്നു. അപ്പോൾ അവിടെയും എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന വേജസ് വെച്ചിട്ടാണ് ഈ കൺസ്യൂമർ പുതിയ സാധനം അയാൾക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് എന്ത് ചെയ്യുന്നത്? വാങ്ങുന്നത്. അപ്പോൾ ഇതിലൂടെ എന്താ നടക്കുന്നത്? ഇതിലൂടെ നടക്കുന്ന കാര്യമാണ് ക്യാഷ് ഫ്ലോ അല്ലേ? പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആവുന്നത് ഇതിലൂടെയാണ്. ഇതാണ് സിമ്പിളായിട്ടൊരു എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് ഇത് പഠിച്ചതാണ്. ഇത്രയേ ഉള്ളൂ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു വയലുള്ള ഒരാളാണ്, വയൽ ഉള്ള ഒരു മുതലാളിയാണ്. ഓക്കെ, ഈ വയലിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ നെല്ല് ആര് വാങ്ങുന്നു? ആ നാട്ടിലെ ജനങ്ങൾ വാങ്ങുന്നു. ജനങ്ങൾ പകരം എനിക്ക് എന്ത് തരുന്നു? പൈസ തരുന്നു. അങ്ങനെ മുതലാളിയായ എൻ്റെ കയ്യിൽ എന്ത് കിട്ടി? കാശ് കിട്ടി. പക്ഷേ ഈ വയലിൽ മുതലാളിയായി ഞാൻ ഒറ്റയ്ക്കൊന്നാണോ ജോലി ചെയ്യുന്നത്? അല്ല. ഇവിടെ എനിക്ക് ആരെ വേണം? ഇവിടെ കൃഷി ചെയ്യാനായിട്ട് ജോലിക്കാരെ വേണം. ഈ ജോലിക്കാരെ ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവരുമോ? ഇല്ലല്ലോ. ഞാൻ ആ നാട്ടിലുള്ള ആൾക്കാർക്ക് തന്നെയല്ലേ തൊഴിൽ കൊടുക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. സപ്ലൈ ചെയ്ത ലേബർ ആരാണ്? കൺസ്യൂമർ തന്നെയാണ്. അപ്പോൾ ലേബർ ഫോഴ്സായിട്ട് മാറുന്നത്.
എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതാ ഇവിടെ വാങ്ങിച്ച പൈസ എന്ത് ചെയ്യും, ഇവർക്ക് ഓരോരുത്തർക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർക്ക് എന്ത് കിട്ടും, ശമ്പളം കിട്ടും. അങ്ങനെയാണ് കൺസ്യൂമറിൻ്റെ കയ്യിൽ എന്ത് വരുന്നത്, കാശ് വരുന്നത്. ഈ കാശ് ഉപയോഗിച്ചാണ് കൺസ്യൂമർ എന്ത് ചെയ്യുന്നത്, മറ്റൊരു സാധനം വാങ്ങുന്നത്. ഇത്രയുള്ള സംഭവം. ഇതാണ് എന്ത്, റിലേഷൻ ബിറ്റ്വീൻ പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാമല്ലോ. ഈ പ്രൊഡ്യൂസറും കൺസ്യൂമറും തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യുന്ന സ്ഥലമാണ് എന്ത്, മാർക്കറ്റ് എന്ന് പറയുന്നത്. The interrelationship between consumer and producer become possible through the market. അല്ലേ, ഞാൻ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് എൻ്റെ വീട്ടിൽ വെച്ചിരുന്നാൽ വന്ന് വാങ്ങാൻ ആളുണ്ടാവുമോ, ഇല്ല. അപ്പോൾ ആൾക്കാർ വരുന്ന ഒരു സ്ഥലത്ത് ഞാൻ അതിനെ കൊണ്ടുപോകണം, അല്ലെ. ആ കൊണ്ടുപോകുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്, മാർക്കറ്റ് എന്ന് പറയുന്നത്. ആ മാർക്കറ്റ് അപ്പോൾ എന്താണ്, മാർക്കറ്റ് ആർ ദ മെക്കാനിസം ത്രൂ വിച്ച് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ സെല്ലർ ആൻഡ് കൺസ്യൂമർ ടേക്സ് പ്ലേസ്. അല്ലേ, അപ്പോൾ എന്താണ് മാർക്കറ്റ്? ഇറ്റ് ഈസ് എ മെക്കാനിസം. അതൊരു അറേഞ്ച്മെൻ്റ് ആണ്. നിങ്ങളുടെ നാട്ടിലുള്ള ചന്ത നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, മാർക്കറ്റ് ആലോചിച്ചാൽ മതി. മീൻ മാർക്കറ്റ് ആലോചിച്ചു. കടലിൽ കിടക്കുന്ന മീനിനെ മീൻ പിടിക്കുന്ന ആൾക്കാർ കപ്പലിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് കടൽ തീരത്ത് കൊണ്ടുവന്നിട്ടാൽ നമുക്ക് എല്ലാവർക്കും തീരത്ത് പോയി വാങ്ങാൻ പറ്റുമോ, ഇല്ല. അപ്പം നമുക്ക് എല്ലാവർക്കും എത്താൻ പറ്റുന്ന ഒരു കോമൺ സ്ഥലത്ത് എന്ത് ചെയ്യണം, ഇതിനെ കൊണ്ടുവന്ന് വയ്ക്കണം, അല്ലേ. ഇതിനെ കൊണ്ടുവന്ന് വച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ വന്നിട്ട് ഈ പറയുന്ന സാധനത്തിന് എത്ര വില എന്ന് ചോദിച്ചിട്ട് അത് വാങ്ങാനും അത് വീട്ടിൽ കൊണ്ടുപോകാനും വീട്ടിൽ കൊണ്ടുപോയി കറി വെച്ച് കഴിച്ച് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവാനും പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള മെക്കാനിസത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചോദിക്കാം, വാട്ട് ഈസ് മാർക്കറ്റ്? മാർക്കറ്റ് ആർ ദ മെക്കാനിസം ത്രൂ വിച്ച് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ സെല്ലർ ആൻഡ് കൺസ്യൂമർ ടേക്സ് പ്ലേസ്. ഇവിടെ നടക്കുന്നതാണ് എന്ത്, മാർക്കറ്റിംഗ്. മാർക്കറ്റിൽ നടക്കുന്ന കാര്യമാണ് എന്ത്, മാർക്കറ്റിംഗ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് made through the production process are delivered to the consumer directly through sellers. അല്ലേ, അപ്പോൾ എന്താ സംഭവം, ഉൽപ്പാദിപ്പിക്കുന്ന ആളുണ്ട്, അയാളുടെ കയ്യിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരല്ലേ, അവരെന്ത് ചെയ്യുന്നു, വാങ്ങിച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കുന്നു. ഇത് നമ്മളായിട്ടുള്ള കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നു, ചെല്ലുന്നു, വാങ്ങുന്നു. ഈ പ്രോസസ്സാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അല്ലേ, വാങ്ങുന്ന സാധനം അല്ലെങ്കിൽ വിൽക്കാനുള്ള സാധനം വിൽപ്പിച്ചെടുക്കുന്ന പരിപാടി. അല്ലേ, അഡ്വർടൈസ്മെൻറ്റിലൂടെ നടക്കുന്നത് എന്താണ്, മാർക്കറ്റിംഗ് ആണ്. അല്ലേ, ഒരു സാധനം പുതുതായിട്ട് മാർക്കറ്റിൽ ഇറങ്ങി നമുക്ക് അറിയാത്തിടത്തോളം വാങ്ങാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, പരസ്യം കൊടുക്കുമ്പോൾ നമ്മളത് കാണുന്നു, നമുക്ക് വേണമെന്നുള്ളതാണെങ്കിൽ പോയി വാങ്ങുന്നു. അപ്പോൾ ഇതിനാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് മാർക്കറ്റിംഗ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഗുഡ്സും സർവീസും എവിടുന്ന്, മെയ്ഡ് ത്രൂ പ്രൊഡക്ഷനിലൂടെ ഉണ്ടായ ഗുഡ്സും സർവീസും ഡെലിവർ ചെയ്യപ്പെടുന്നു ആർക്ക്, കൺസ്യൂമറിന്. ആരിലൂടെ? വിൽപ്പനക്കാരൻ അഥവാ സെല്ലറിലൂടെ വിൽക്കുന്നു. അതായത് ഉൽപ്പാദിപ്പിക്കുന്ന മുതലാളിയാണോ വന്നത് വിൽക്കാൻ നിൽക്കുന്നത്, ഇല്ല. അതിന് സെല്ലർമാരുണ്ട്, അല്ലേ, കടക്കാരുണ്ട്. കടക്കാരിലൂടെ സാധനങ്ങൾ വിൽക്കുന്ന പ്രോസസ്സ്, ഇതാണ് എന്ത്, മാർക്കറ്റിംഗ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പഠിച്ച മാർക്കറ്റിംഗും മാർക്കറ്റും ഓക്കെ ആണോ? അങ്ങനെയാണ് ഒരു മാർക്കറ്റിൽ എന്തൊക്കെയുണ്ട്, അവിടെ ബയേഴ്സും ഉണ്ടാകും, അവിടെ സെല്ലേഴ്സും ഉണ്ടാകും. ഓരോ സാധനത്തിൻ്റെയും വില അവിടെ നിശ്ചയിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവിടെ വിലപേശൽ നടന്ന് വില തീരുമാനിക്കപ്പെടും. അവിടെ ബയ്യറിനും വിലയുണ്ട്, സെല്ലറിനും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. there is an opportunity to select goods. അല്ലേ, അവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള സാധനം സെലക്ട് ചെയ്ത് വാങ്ങാനുള്ള അവസരമുണ്ട്. there will be marketing techniques. അല്ലേ, അത് നമുക്കറിയാം എന്താണ്. നമ്മൾ വാങ്ങാൻ പോകുന്നു, അല്ല വൃത്തിയുള്ളൊരു കട, അല്ലെങ്കിൽ നമ്മളവിടെ കടക്കാർ നമ്മളെ സ്നേഹത്തോടെ ചിരിച്ച മുഖത്തോടെ നമ്മൾ വിളിച്ച് വന്ന് സാധനം വാങ്ങിയിട്ട് പോകാമെന്ന് പറയുന്നു. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തലേദിവസം ഇരുന്ന് കണ്ട പരസ്യത്തിൽ കണ്ട സാധനം നമ്മൾ കടയിൽ കാണുന്നു, ഓടിപ്പോയി നമുക്കത് വാങ്ങാനൊരു താല്പര്യം ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് മാർക്കറ്റിംഗ് ടെക്നിക്സ്. അതിലൂടെയാണ് സാധനങ്ങൾ എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, അവിടെ ബയേഴ്സും ഉണ്ട്, സെല്ലേഴ്സും ഉണ്ട്, പ്രൈസ് ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട്. ബയേഴ്സിനും സെല്ലേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണുള്ളത്. അവിടെ നമുക്ക് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവിടെ മാർക്കറ്റിംഗ് ടെക്നിക്സും ഉണ്ട്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കിലോട്ട് പോകുന്നു, ഡിമാൻഡ്. അതായത് ഇപ്പം നമ്മളിവിടെ പറഞ്ഞു തൊട്ട് മുമ്പ് എന്താണ്, ഈ പറയുന്ന മാർക്കറ്റിൽ എന്തുണ്ട്, ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ഈസ് ഡിറ്റർമൈൻഡ്. അപ്പോൾ വരുന്ന ചോദ്യമാണ്, എങ്ങനെയാണ് നമ്മൾ ഈ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഹൗ ഈസ് ദ പ്രൈസ് ഓഫ് ഗുഡ് ഡിറ്റർമൈൻഡ്? എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? അത് നിങ്ങൾക്ക് തന്നെ അറിയാമെന്നുള്ളൊരു കാര്യമാണ്, അല്ലേ. നമുക്ക് ഇപ്പോൾ ക്രിസ്മസ് ആയി എന്ന് വിചാരിക്കുക. ഈ ക്രിസ്മസ് സമയം ആവുമ്പോൾ വരുന്നൊരു ആശാനുണ്ട്, ആരാണ്, നമ്മുടെ പ്ലം കേക്ക്, അല്ലേ. അതുവരെ ഇല്ലാത്തത് ഡിമാൻഡാണ് ആർക്ക്, പ്ലം കേക്കിന്. അതായത് പ്ലം കേക്ക് വാങ്ങാൻ അവിടെ എല്ലാവരും തയ്യാറാണ് ക്രിസ്മസ് സമയത്ത്. അല്ലെങ്കിൽ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പി വാങ്ങാൻ എല്ലാവരും തയ്യാറാണ്. അല്ലെങ്കിൽ ആ ക്യാപ്പ് അല്ലെങ്കിൽ ആ പറയുന്ന മുഖംമൂടി വാങ്ങാൻ എല്ലാവരും തയ്യാറാണ്, അല്ലേ.
അപ്പോൾ ഈ പറയുന്ന ഒരു പ്രത്യേക സമയമാകുമ്പോൾ ഒരു സാധനത്തിൻ്റെ ആവശ്യകത കൂടും. ഈ ആവശ്യകതയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ഈ ഡിമാൻഡാണ് സത്യത്തിൽ എന്ത് തീരുമാനിക്കുന്നത്? ഒരു സാധനത്തിൻ്റെ വില തീരുമാനിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം അല്ലേ, ഒരു സാധനം ആർക്കും വേണ്ടെങ്കിൽ അതിന് വലിയ വില ഉണ്ടാവുമോ? ഇല്ല. സോ ദ പ്രൈസ് ഓഫ് ഈച്ച് പ്രോഡക്റ്റ് ഡിപ്പെൻഡ് ഓൺ ദ ഡിമാൻഡ് ഓഫ് ദ കൺസ്യൂമർ. വാങ്ങുന്ന ആൾക്ക് ഇത്രത്തോളം ഇത് വേണം എന്നതാണ് ഒരു സാധനത്തിൻ്റെ ഇമ്പോർട്ടൻസ് തീരുമാനിക്കുന്നത്. അതിനെ തന്നെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിമാൻഡാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്? ഒരു സാധനത്തിൻ്റെ വാല്യൂവിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. കാണാതെ പഠിച്ചു വച്ചേ പറ്റുള്ളൂ. പരീക്ഷയ്ക്ക് ഇത് ചോദിക്കും. ഡിമാൻഡ് എന്നാൽ എന്ത്? കണ്ടോ, ഓരോ വ്യക്തികൾക്കും അവരുടേതായ ഡിമാൻഡുണ്ട്. അപ്പോൾ ഈ നമുക്കറിയാം, നമ്മളൊരു സാധനം വാങ്ങുന്നത് എപ്പോഴാണ്? നമ്മൾ ആദ്യം ഒരു സാധനത്തിന് നമ്മൾ വാങ്ങാനായിട്ട് ആഗ്രഹിക്കും, ആണോ അല്ലേ? അതിനാണ് നമ്മൾ ഡിസയർ എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പോൾ ഡിസയർ കാറല്ല, ഡിസയർ എന്ന കാറിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഞാൻ ഡെയിലി ജോലിക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ ഇപ്പോൾ ഭയങ്കര വെയിലാണ്. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ബൈക്കിൽ പോകാൻ ബുദ്ധിമുട്ടാണ്. കൈയും കാലും ഒക്കെ ഭയങ്കരമായിട്ട് ചൂടടിക്കുന്നു, കറുത്തു പോകുന്നു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം വരികയാണ്. എന്താണ്? ഒരു കാർ വാങ്ങണം. എന്ത് വാങ്ങണം? ഒരു കാർ വാങ്ങണം. ആ ആഗ്രഹത്തിനെയാണ് നമ്മൾ ഡിസയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എനിക്കൊരു കാർ വാങ്ങണം, എനിക്ക് ഡിസയർ കാർ തന്നെ വാങ്ങണം, മാരുതിയുടെ. പക്ഷേ ഈ ഡിസയർ ഡിമാൻഡായിട്ട് മാറണമെങ്കിൽ, ഈ ഡിസയർ എന്താണ്? ഡിമാൻഡായിട്ട് മാറണമെങ്കിൽ എന്ത് വേണം? എൻ്റെ ആഗ്രഹം മാത്രം പോരാ, എൻ്റെ കയ്യിൽ എന്ത് വേണം? പൈസ വേണം. സോ ഒരു ആഗ്രഹം, അതിനോടൊപ്പം അത് വാങ്ങാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ അവിടെയാണ് എന്തുണ്ടാവുന്നത്? ഡിമാൻഡ് ഉണ്ടാവുന്നത്. അപ്പോൾ വേനൽക്കാലം ആവുകയാണ്. വേറൊരു ഉദാഹരണം പറയാം. വേനൽ സമയം ആകുമ്പോഴത്തേക്കും ഈ എ സി എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ്. നമ്മൾ പറയാറുണ്ടല്ലേ, ഇപ്പോൾ വേനൽക്കാലമാണ്, ഇപ്പോൾ എ സി വാങ്ങാൻ പോയാൽ വലിയ ഓഫറൊന്നും കാണില്ല. കാരണം ഭയങ്കര ഡിമാൻഡാണ്. അവർ വില കുറച്ചൊന്നും ഇപ്പോൾ വിൽക്കേണ്ട ആവശ്യമില്ല അല്ലേ. ചുമ്മാ കടക്കാർ നമ്മളെ പറ്റിക്കാൻ പറയും എ സിക്ക് വമ്പിച്ച ഓഫറെന്ന്. പക്ഷെ അവൻ്റെ ഓഫറും തരത്തില്ല. കാരണം എന്താ? ഞാൻ പോയി വാങ്ങിച്ചില്ലെങ്കിൽ വേറൊരുത്തം വാങ്ങിക്കും. കാരണം ഒരു ചൂടാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. അപ്പോൾ എ സി വയ്ക്കാതെ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താണ്? എങ്ങനെയും പൈസ ഒപ്പിച്ച് നമ്മളത് വാങ്ങിക്കും. അതിനെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നമുക്ക് എന്ത് വേണം? പൈസ ഒപ്പിക്കണം. ഇനി കാര്യത്തിലോട്ട് വരാം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിമാൻഡ് ഡെഫിനിഷനാണ്. അപ്പോൾ എന്താണ് ഡിമാൻഡ്? ഡിമാൻഡ് ഈസ് ദ ഡിസയർ. അതൊരു ആഗ്രഹമാണ്. ഫോർ എ കൊമോഡിറ്റി, ഒരു സാധനത്തിന് വേണ്ടിയുള്ള ആഗ്രഹം. അടുത്ത്, ബാക്ക്ഡ് അപ്പ് ബൈ ദ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ. അപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ആഗ്രഹത്തിനോടൊപ്പം എനിക്ക് വാങ്ങാനുള്ള മനസ്സ്, അതായത് ഒരു വില്ലിങ്നെസ്, ഞാൻ തയ്യാറാവണം. ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ പോരല്ലേ. നമ്മൾ പലപ്പോഴും പറയും നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ നടക്കത്തില്ല, നമ്മൾ ഇറങ്ങി കാര്യങ്ങൾ ചെയ്യണമെന്ന്. അപ്പോൾ അതുപോലെ ചെയ്യാനുള്ള വില്ലിങ്നെസ്സും ഉണ്ടാവണം. വില്ലിങ്നെസ് മാത്രം മതിയോ? പോരാ. എബിലിറ്റി ടു പേ, അത് വാങ്ങാനുള്ള കാശും കയ്യിലുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ബെൻസ് കാർ വാങ്ങണം, അതെൻ്റെ ഭയങ്കര ഡിസയറാണ്. പക്ഷേ അറിയാം നടക്കത്തില്ല. കാരണം എന്താ? എൻ്റെ കയ്യിൽ എന്തില്ല? വില്ലിങ്നെസ് ഉണ്ടെങ്കിലും കാര്യമില്ല, എൻ്റെ അതിന് വാങ്ങാനുള്ള എബിലിറ്റി ടു പേ ഇല്ല. അതിനുള്ള എബിലിറ്റി ടു പേ എനിക്ക് ഇല്ല. എന്നാൽ എനിക്കിപ്പോൾ വേണമെങ്കിൽ ഒരു 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 വേറൊരു കാറ് വാങ്ങിക്കാം, കുറച്ച് കുറഞ്ഞ കാറ് വാങ്ങിക്കാം. പക്ഷെ ഞാൻ ഒരു പിശുക്കനാണ്. അപ്പോൾ എനിക്ക് എന്തില്ല? എനിക്ക് ഡിസയറുണ്ട് വാങ്ങണമെന്ന്, വാങ്ങാനുള്ള ശേഷിയുണ്ട്. പക്ഷേ ഞാനൊരു പിശുക്കനാണ്, താല്പര്യമില്ല. അപ്പോൾ എനിക്ക് വില്ലിങ്നെസ് ഇല്ല. ഇത് മൂന്നും കൂടി അപ്പോൾ ഒരുമിച്ച് വന്നാൽ മാത്രമേ എന്തുണ്ടാകുന്നുള്ളൂ? ഒരു സാധനത്തിന് ഡിമാൻഡ് ഉണ്ടാകുന്നുള്ളൂ. സോ വാട്ട് ഈസ് ഡിമാൻഡ് എന്ന് ഒറ്റയടിക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? ദ ഡിമാൻഡ് ഓഫ് എ കൊമോഡിറ്റി ഈസ് ദ ഡിസയർ. അതെന്താണ്? അതൊരു സാധനം വാങ്ങാനുള്ള നമ്മുടെ താല്പര്യം, ഡിസയറാണ്. അതിനോടൊപ്പം എന്ത് വേണം? ഡിസയർ മാത്രം മതിയോ? പോരാ. ഡിസയർ ബാക്ക്ഡ് അപ്പ് ബൈ ദ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാണാതെ പഠിച്ചേ പറ്റുള്ളൂ, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഒന്നുകൂടി കാണാതെ പറഞ്ഞ, ഡിമാൻഡ് ഈസ് ദ ഡിസയർ ഫോർ എ കൊമോഡിറ്റി ബാക്ക്ഡ് അപ്പ് ബൈ ദ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ. ഒന്നുകൂടി പറഞ്ഞേ, ഡിമാൻഡ് ഈസ് ദ ഡിസയർ ഫോർ എ കൊമോഡിറ്റി ബാക്ക്ഡ് അപ്പ് ബൈ ദ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ. ഒന്നും കൂടെ പറ. വാട്ട് ഈസ് ഡിമാൻഡ്? ഡിമാൻഡ് ഈസ് ദ ഡിസയർ ഫോർ എ കൊമോഡിറ്റി ബാക്ക്ഡ് അപ്പ് ബൈ ദ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിമാൻഡിൻ്റെ ഡെഫിനിഷൻ ഇത് നേരത്തെ പഠിച്ചത് തന്നെയാണ്, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു താല്പര്യം മാത്രം അല്ല. ഓക്കെ. അപ്പോൾ ഡിമാൻഡിൻ്റെ എഫക്റ്റ് പ്രധാനപ്പെട്ട ഫാക്ടർ എന്താണ്? എബിലിറ്റി ടു പേ ആണ്. ഇതാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണെങ്കിൽ
നമുക്ക് അടുത്തൊരു കാര്യത്തിലോട്ട് പോവാം. ഡിമാൻഡ് ഷെഡ്യൂൾ. ഇത് കണ്ടൊന്നും പേടിക്കരുത്. ഒരു കാരണവശാലും ഇതൊക്കെ കാണുമ്പോൾ എന്തോ വലുതാണെന്ന് വിചാരിക്കും. ഒന്നുമല്ല, നിങ്ങൾക്ക് അറിയാവുന്നുള്ളൊരു സാധനമാണ്. എന്താന്ന് വെച്ചാൽ, ഒരു സാധനത്തിൻ്റെ വില, പ്രൈസ്, ആ സാധനത്തിൻ്റെ ഡിമാൻഡ് ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധം മനസ്സിലാക്കുന്നത് നമ്മൾ എപ്പോഴാണ്? നമ്മൾ സാധനത്തിൻ്റെ വിലയും അതിനിപ്പോൾ മാർക്കറ്റിലുള്ള ഡിമാൻഡ് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി വെക്കുകയാണ്. എഴുതി നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഒരു സാധനത്തിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് അത് നമ്മൾ വാങ്ങാനുള്ളൊരു സാധ്യത കുറയും. സാധ്യത കുറയുമെന്ന് വെച്ചാൽ അതിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. ഏറ്റവും നല്ല എക്സാമ്പിളാണ് സ്വർണം. ഓക്കെ, ഗോൾഡ്, സ്വർണം. ഇപ്പോൾ നിങ്ങൾക്കറിയാം, സ്വർണത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വർണത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ആൾക്കാർ സ്വർണം വാങ്ങുന്നതിൻ്റെ അളവ് കൂടുകയോ കുറയോ? കുറയും. കുറയും. അത് ഏറ്റവും നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന എവിടെ എന്നറിയാവോ? കല്യാണത്തിന്. അപ്പോൾ ഈ സ്ത്രീധനം എന്ന് പറയുന്ന അത്ര നല്ല സാധനമൊന്നും അല്ല. എങ്കിലും എൻ്റെ നാട്ടിലൊക്കെ അത്യാവശ്യം ഈ സ്ത്രീധനമൊക്കെ ആൾക്കാർ കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നും പറഞ്ഞ് കേസ് കൊടുക്കാൻ പോകാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ കണ്ട കാര്യം പറയുകയാണ്. ഈ സ്ത്രീധനം കൊടുക്കുമ്പോൾ പണ്ട് സ്വർണം കൊടുക്കും. അത് സ്ത്രീധനം എന്ന് വെച്ചാൽ പയ്യൻ പിടിച്ചു വാങ്ങുന്നതായിട്ടല്ല ഇവിടെ മനസ്സിലാക്കേണ്ടത്. ആ വീട്ടുകാർക്ക് അവർക്ക് പൈസ കൊണ്ട് അവർ കൊടുക്കുന്നു, അവരെ ഇഷ്ടം. പക്ഷേ ഈ പറയുന്ന സാധനത്തിൽ പണ്ട് ഈ 50 പവൻ, 60 പവൻ, 100 പവൻ സ്വർണ്ണം ഇട്ടു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞിട്ട് 50, 40, 30 എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും? കുറയും. കാരണം എന്താ? സ്വർണത്തിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ കൂടുന്നതിനനുസരിച്ച് ഇത് ഒരുപാട് വാങ്ങിക്കാൻ എല്ലാവരും കൊണ്ടും പറ്റത്തില്ല. അപ്പോൾ വാങ്ങാൻ പറ്റാതെ വരുമ്പോൾ എന്ത് ചെയ്യും? ഡിമാൻഡ് കുറയും. നിങ്ങൾ തന്നെ ഈ പറയുന്ന ജ്വല്ലറികളുടെ പരസ്യങ്ങളൊക്കെ ആലോചിച്ചാൽ മതി. പണ്ട് ഞാൻ കുട്ടിയായിരുന്നപ്പോഴൊക്കെ ഈ സ്വർണ്ണ ജ്വല്ലറിക്ക് സിനിമാ നടിമാരൊക്കെ പല ഭംഗിയുള്ള ആഭരണങ്ങളൊക്കെ ഇട്ട് വന്നിങ്ങനെ കറങ്ങിയിട്ട് ഇവിടുത്തെ സ്വർണ്ണം അടിപൊളി സ്വർണ്ണമാണ്, ISI മുദ്രയുള്ള സ്വർണ്ണമാണ് എന്നൊക്കെ രീതിയിലാണ് പരസ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ വന്നിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മാസാമാസം 100 രൂപ വെച്ച് ഞങ്ങൾ ജ്വല്ലറി തന്നുകൊണ്ടിരുന്നാൽ അന്നത്തെ മാർക്കറ്റ് വിലയ്ക്ക് നിങ്ങൾക്ക് സ്വർണ്ണം എപ്പോഴാണോ വാങ്ങുന്നത് അപ്പോൾ സ്വർണം തരാം. അല്ല, ഞാൻ ഇപ്പോൾ എനിക്ക് 5 വർഷം കഴിഞ്ഞ് സ്വർണ്ണം വേണമെങ്കിൽ ഞാൻ ഇന്നേ പൈസ അടച്ചിട്ടാൽ ഇന്നത്തെ മാർക്കറ്റ് വിലയ്ക്ക് എനിക്ക് 5 കൊല്ലം കഴിഞ്ഞ് സ്വർണ്ണം തരാം എന്നൊക്കെ പറഞ്ഞ് പരസ്യങ്ങൾ വരാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? കാരണം കാലം കഴിയുന്നതോറും സ്വർണ്ണത്തിൻ്റെ വില കൂടുകയാണ്. അപ്പോൾ കൂടുന്നതിനനുസരിച്ച് ജ്വല്ലറിക്കാർക്ക് തന്നെ അറിയാം അന്നത്തെ വില കൂടിയ വിലയിൽ ആരും വന്ന് സ്വർണ്ണം വാങ്ങാൻ പോകുന്നില്ല. അപ്പോൾ ആ വാങ്ങുന്നതിൻ്റെ അളവ് എന്ത് ചെയ്യും? കുറയും. അതിനാണ് നമ്മൾ ഡിമാൻഡ് കുറയുക എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലുമൊക്കെ വഴി ഉപയോഗിച്ചിട്ടല്ലേ നമുക്ക് ഡിമാൻഡ് കൂട്ടണം. കാരണം കടക്കാരൻ സാധനം വിറ്റ് പോകണ്ടേ. അതാ സംഭവം. സാധനങ്ങളുടെ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. 5 രൂപയ്ക്ക് 50 കിലോ കിട്ടുമ്പോൾ 25 രൂപയ്ക്ക് നമുക്ക് എത്രയേ കിട്ടുകയുള്ളൂ? വില കൂടിക്കഴിഞ്ഞാൽ 10 കിലോയെ സാധനമേ കിട്ടുകയുള്ളൂ. അതായത് ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. എന്ത് കൂടുമ്പോൾ? പ്രൈസ് കൂടുമ്പോൾ. അപ്പോൾ എന്താ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ടേബിളാണ്. ആ ടേബിൾ എന്തൊക്കെ കാണിക്കും? ഡിമാൻഡിൻ്റെ അളവും വിലയും കൂടി ചേർത്ത് ഞാനൊരു ടേബിൾ വരച്ച് അതിനകത്ത് ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിൻ്റെ വിലയും അതിൻ്റെ ഡിമാൻഡും എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെ എനിക്ക് കിട്ടുന്നതാണ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഓക്കെ, അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു പ്ലേറ്റ് ഷവായ വാങ്ങാനായിട്ട് 400 രൂപ അല്ലെങ്കിൽ 250 രൂപയാണെന്ന് വിചാരിക്കുക. 250 രൂപ കാണുമ്പോൾ ഞാൻ വാങ്ങത്തില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ് എന്താണ്? ഈ പറയുന്ന സാധനത്തിൻ്റെ വില ഞാൻ എന്ത് ചെയ്തു? അപ്പോൾ 250 രൂപയ്ക്ക് ഷവായ ആർക്കും വേണ്ട, ഡിമാൻഡില്ല. അപ്പോൾ ഈ കടക്കാർ എന്ത് ചെയ്തു? പെട്ടെന്ന് എൻ്റെ വില കുറച്ച് 150 രൂപയാക്കി. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഇപ്പോൾ കഴിക്കാൻ തോന്നിയില്ലെങ്കിൽ ഞാൻ എന്ത് വിചാരിക്കുക? ഇന്നലെ വെച്ച് നോക്കിയാൽ ഇന്ന് വില കുറവാണ്. അപ്പോൾ ഈ വില കുറപ്പോൾ വാങ്ങിച്ച് എനിക്ക് ലാഭമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്യും? എന്ന് വാങ്ങിക്കും. അപ്പോൾ ഞാൻ വാങ്ങിക്കുന്നതിൻ്റെ കൂടെ നിൽക്കുന്നവൻ വാങ്ങിക്കും, അടുത്തേക്ക് 5 പേര് വാങ്ങിക്കും. അപ്പോൾ സാധനത്തിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്തു? കൂടി. അതാണ് ഉദ്ദേശിക്കുന്നത്. വില കുറയുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് കർവ് എന്നാൽ എന്താണ്? ഇതും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡിമാൻഡ് കർവ് സിമ്പിൾ സാധനമാണ്, വേറൊന്നുമല്ല. നേരത്തെ വരച്ച സാധനമില്ലേ, അതിന് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഗ്രാഫിലോട്ട് വരയ്ക്കുന്നു. എന്തിലോട്ട് വരയ്ക്കുന്നു? ഒരു ഗ്രാഫിലോട്ട് പ്ലോട്ട് ചെയ്യുകയാണ്. അതായത് ഞാൻ എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് എടുത്തു, Y ആക്സിസിൽ സാധനത്തിൻ്റെ പ്രൈസ് എടുത്തു. നമുക്കറിയാം പ്രൈസ് കൂടി പോവുകയാണ്. 5, 10, 15, 20, 25. അപ്പോൾ ഡിമാൻഡ് നമ്മൾ എന്ത് ചെയ്തു? ഗ്രാഫ് വരയ്ക്കാൻ അറിയാമല്ലോ അല്ലേ? 10, 20, 30, 40, 50. തൊട്ട് 9 സ്ലൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഓക്കെ, ഒരു സാധനത്തിൻ്റെ വില 5 ആയിരുന്നപ്പോൾ അതിൻ്റെ ഡിമാൻഡ് എത്രയായിരുന്നു? 50 ആയിരുന്നു. അപ്പോൾ വില 5 ആയിരുന്നപ്പോൾ ഡിമാൻഡ് എത്രയായിരുന്നു? 50 ആയിരുന്നു. അപ്പോൾ രണ്ടും കൂടി വന്ന് ചേരുന്ന പോയിന്റ് ഇത്. വില 10 ആയപ്പോൾ ഡിമാൻഡ് 50 നിന്ന് കുറച്ച് 40 ആയി. വില 15 കൂടിയപ്പോൾ ഡിമാൻഡ് 40 നിന്ന് കുറച്ച് 30 ആയി. വില 20 കൂടിയപ്പോൾ ഡിമാൻഡ് വീണ്ടും കുറഞ്ഞ് 20 ആയി, ഡിമാൻഡ്
വില 25 ഡിമാൻഡ് 10. ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒരു ഗ്രാഫിലോട്ട് വരച്ചു വെച്ചു. അത്രയേ ഉള്ളൂ. ഇതാണ് ഡിമാൻഡ് കർവ്. അപ്പോൾ ഡിമാൻഡ് കർവ് എന്തെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിമാൻഡ് ഷെഡ്യൂൾ. അല്ലെങ്കിൽ when a demand schedule is represented in a graph, it is called demand curve. അതിലെ എക്സ് ആക്സിസിനകത്ത് ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡും വൈ ആക്സിസിനകത്ത് പ്രൈസും കാണിക്കുന്നു. ABCD എന്ന പോയിന്റുകൾ വേറൊന്നുമല്ല, ഓരോ വിലയ്ക്കുള്ള ഡിമാൻഡ് എത്രയെന്ന് കാണിക്കുന്നു. എല്ലാം കൂടെ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്രാഫാണെന്ത്? ഡിമാൻഡ് കർവ്. നമ്മൾ ലോകത്ത് ഏത് ഡിമാൻഡ് കർവ് നോക്കിയാലും അത് ഇങ്ങനെ തലകുത്തനുള്ള ഷേപ്പിലായിരിക്കും അല്ലേ. നോർമലി നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത് ഇങ്ങനെയായിരിക്കും പോകുന്നത് അല്ലേ. പക്ഷെ ഇവിടുത്തെ ഗ്രാഫ് എന്താണ്? നേരെ തലകുത്തനെ വരുന്നത്. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് നമുക്കിതിനെ പറയാൻ പറ്റും. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയും. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. അപ്പോൾ നമുക്ക് ഡിമാൻഡ് കർവിൻ്റെ ഫീച്ചർ നോക്കിയാൽ കാണാൻ പറ്റും. ഡിമാൻഡ് കർവ് എപ്പോഴും എന്തായിരിക്കും? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഇത് എന്ത് തരുന്നു? ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡും പ്രോഡക്റ്റിൻ്റെ വിലയും തമ്മിലുള്ള റിലേഷൻ തരുന്നു. ഇത് എപ്പോഴും ഒരു ഇൻവേഴ്സ് റിലേഷനാണ്. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയും. ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ. ഫിസിക്സിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ ഇതുപോലെ. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നു. നമ്മൾ ഡീസിലറേഷനൊക്കെ പഠിച്ചപ്പോൾ പഠിച്ച ഗ്രാഫ് അതുപോലെ തന്നെയാണ് ഡിമാൻഡ് കർവിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇത്രയും പോയിന്റാണ് ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്നത്. കാരണം നമുക്കിനി സപ്ലൈയും കൂടി പഠിക്കണം. അപ്പോൾ ഇത് കൂടെ ഒരു സപ്ലൈയും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോറായിരിക്കും. ബോർ എന്നല്ല, കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ കുറച്ചധികം ഓവർ വിശദീകരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അത്ര ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പിള്ളേരാണ്. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അറിയാമല്ലോ, ടെലഗ്രാമിലോ വാട്സാപ്പിലോ ചോദിക്കുക. നോട്ട് വേണമെന്നുള്ള ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ ചോദിച്ചാലും മതി. ക്ലാസ് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.